കുറെ നേരമായി വന്നിട്ട്. ഏയ് ഇല്ല, കുറച്ചു നേരമായതേ ഉള്ളൂ. തനിക്ക് സുഖമല്ലേ? എന്നാ തന്റെ കല്യാണം? അടുത്ത ആഴ്ചയാണ് കല്യാണം. നീ എന്തായാലും വരണം. സമയം എത്ര പെട്ടെന്നല്ലേ പോണേ. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുവാണോ? എടാ ജസ്റ്റിനെ, ഞാൻ നിന്നെ വിളിപ്പിച്ചത് എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാന്ന്. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ഞാൻ ഞാൻ കുറേ ശ്രമിച്ചു. ബട്ട് നമ്മുടെ വൈബ് ഒരിക്കലും സെറ്റാവില്ല. എനിക്കറിയാം ഞാൻ UK പോയി ഇത്രയും നാൾ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ എൻ്റെ അവസ്ഥ, ഞാൻ ഞാൻ നാളെ പുതിയൊരു ജീവിതത്തിലോട്ട് കിടക്കുകയാണ്. അതിനു മുമ്പ് ഇതെല്ലാം നിന്നോട് പറയണമെന്ന് തോന്നി. നീ എന്നെ ശപിക്കല്ലേ പ്ലീസ്. ശപിക്കാനോ? തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ തന്നെ ശപിക്കൂന്ന്? എനിക്ക് തന്നെ സിറ്റുവേഷനൊക്കെ മനസ്സിലാവും. നമ്മൾ ആദ്യം കൂട്ടുകാരായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രണയത്തിലോട്ട് കടക്കുമ്പോഴും ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ആ സമയത്തൊക്കെ താൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ വൈബ് സെറ്റാണെന്ന്. പക്ഷെ താൻ UK പോയിട്ട് വന്നപ്പോഴത്തേനും തനിക്ക് ഇങ്ങനെ തോന്നുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയില്ലടോ. പിന്നെ ഞാൻ ശപിക്കത്തൊന്നുമില്ല. പ്രാർത്ഥിക്കാം, നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചാ തനിക്ക് എന്നോട് സിൻസിയറായിട്ട് അതിനൊരു ഉത്തരം തരാൻ പറ്റുമോ? താൻ എന്തിനാ ശരിക്കും എന്നെ വേണ്ടാന്ന് വെച്ചേ? ഹലോ. ഹലോ, ബെനീറ്റ് അല്ലേ? ആ അതെ. ഞാൻ ജസ്റ്റിന്റെ ഫ്രണ്ട് അനന്തുവാ സംസാരിക്കുന്നത്. പറയ്. താൻ നാട്ടിലുണ്ടല്ലേ? ഉം. ഞാൻ തന്നെ വിളിക്കാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ വിളിച്ചതേ നാളെ ജസ്റ്റിന്റെ 7 അപ്പൊ നാളെ താൻ 7 ഞാൻ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. കണ്ടെന്നാ? താനെന്തൊക്കെ ഈ പറയുന്നത്? നിക്ക് എന്റെ വാട്സപ്പിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ അവളെ വെറുക്കില്ല, വെറുക്കാൻ പറ്റില്ല. മരണത്തിന് പോലും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരുപാട് പ്രണയകഥകൾ ഇന്നീ ലോകത്തുണ്ട്. അതിലൊന്നായി എങ്ങനെയെങ്കിലും പൊക്കോട്ടെ. കാലം മായ്ച്ചു കളയാത്ത ഒന്നും ഈ ലോകത്തില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പ്രണയം, ഞാൻ അവളെ ഇപ്പോഴും പ്രണയിക്കുന്നു, എൻ്റെ ബെനീറ്റേ.